നൂറാമത് സമാധി ദിനം പ്രമാണിച്ച് വാഴൂർ തീർത്ഥവാദ ആശ്രമത്തിൽ നിന്ന് എല്ലാ വർഷവും ഇങ്ങോട്ടേക്ക് ഒരു തീർത്ഥാടന യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്വാമിജിയുടെ നേതൃത്വത്തിലാണത് ഇനിയും വരുന്ന നാളുകളിൽ നടക്കാൻ പോകുന്നത്. അപ്പം അതിന് മുന്നോടിയായി അവിടെ നിന്ന് ഞങ്ങളുടെ തീർത്ഥാടന സംഘം കൊണ്ടുവന്ന ഒരു വൃക്ഷത്തൈയാണ് ഈ പുണ്യഭൂമിയിൽ ആ വൃക്ഷത്തൈ നടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഞങ്ങൾ ചോദിക്കുകയും ഇവിടുത്തെ അതിൻ്റെ സ്വാമിജിയും സംഘാംഗങ്ങളും അത് അനുവദിച്ച് നൽകുകയും ചെയ്തു. ഈ ചെടിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മരത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കുളവെട്ടിയാണ്. കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന, കേരളത്തിലെ കാവുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു മരമാണ്. സർക്കാരിൻ്റെയും ഫോറസ്റ്റിൻ്റെയും കണക്കനുസരിച്ച് 400 മരങ്ങൾ മാത്രമാണ് വനംവകുപ്പിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിലുള്ളത്. ഇത് വെള്ളത്തെ തടഞ്ഞു നിർത്തും, തണുപ്പ് നൽകും, ഏറെക്കാലം നിലനിൽക്കും, വലിയ മരമായിട്ട് വളരും. അങ്ങനെ ഒരു മരത്തൈയാണിത്. ഇത് ഇരിങ്ങാലിക്കുടയിൽ നിന്നുമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇരിങ്ങാലിക്കുടയിലെ ഒരു നഴ്സറിയിലാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ വാഴൂർക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് അത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഗരുഡധ്വജാനന്ദ തീർത്ഥവാദ സ്വാമികളുടെ അധ്യക്ഷതയിൽ തന്നെ അദ്ദേഹം തന്നെ ഈ തൈ ഇവിടെ കൈമാറും. അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 2 വാക്കുകൾ സംസാരിച്ചതിന് ശേഷം കൈമാറും. ബിനു വൃക്ഷത്തൈയെക്കുറിച്ച് വിശദമായി പറഞ്ഞു. ആ വൃക്ഷത്തൈ നമ്മുടെ പന്മന ആശ്രമത്തിലെ സ്വാമിമാരായ നിത്യസ്വരൂപ സ്വാമിക്കും അതേപോലെ കൃഷ്ണമയാനന്ദ സ്വാമിക്കുമായിട്ട് കൈമാറുന്നു. അവർ നേരിട്ട് വാങ്ങി ഇതിവിടെ നട്ട് നിത്യമായി ഇവിടെ നിൽക്കണമെന്നുള്ളൊരു ഒരു അഭ്യർത്ഥനയും കൊണ്ട് അതിനെ പരിഹരിച്ച് സംരക്ഷിച്ച് വളർത്തിയെടുക്കും. അതിനുവേണ്ടി ഇത്